ഹായ് ഗുരു SMP യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി സെക്കൻഡ് സമ്മർ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പുസ്തകത്തിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പ്രധാനമായിട്ടും എഴുതേണ്ടതെന്ന് പറയുന്നത് എക്സാമിന് എഴുതേണ്ടതെന്ന് പറയുന്നത് മാക്സിമം വന്നാൽ 4 പോയിൻറ്റ് അല്ലെങ്കിൽ 5 or 6 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം 4 പോയിൻ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ആദ്യം 50 ക്വസ്റ്റ്യൻ ആണ്, അതായത് ആദ്യം പ്രധാനമായിട്ടുള്ള 50 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിഹാസം. സംസ്കൃത സാഹിത്യത്തിലും ചരിത്രത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ സാഹിത്യപരമായ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചു എന്നാണ്. ഇതിഹാസങ്ങളിൽ 2 പുരാതന ഇതിഹാസ ഗ്രന്ഥങ്ങളാണെന്ന് പറയുന്നത് വ്യാസൻ എഴുതിയ മഹാഭാരതവും വാൽമീകി എഴുതിയ രാമായണവും എന്നതാണ് പ്രധാന ഇതിഹാസ ഗ്രന്ഥങ്ങൾക്ക്, അതായത് ഇതിഹാസ ഗ്രന്ഥങ്ങൾക്ക് ഉദാഹരണമാണ് മഹാഭാരതവും രാമായണവും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിനയപിത്തക. 2 ശക്തരായ മഗധ ഭരണാധികാരിയായ ബിംബാസുരനും അദ്ദേഹത്തിൻ്റെ മകൻ അജാതശത്രുവിനെയും കുറിച്ചുള്ള വിവരണമാണ് വിനയപിത്തക എന്ന് പറയുന്നത്. ഇതിൽ ബിംബാസുരനെയും അജാതശത്രുവിനെയും മാത്രമല്ല പറയുന്നത്, ബുദ്ധൻ്റെയും കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗൗതമ ബുദ്ധന് ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെൻറ്റ് ലഭിച്ചതിനെക്കുറിച്ചും പിന്നെ അദ്ദേഹം ആദ്യമായി വാരണാസിയിൽ പ്രസംഗം നടത്തിയതിനെക്കുറിച്ചും ഇതിൽ വിവരണങ്ങളുണ്ട്. പിന്നെ ബുദ്ധമത സമുദായമാണ് സംഘാസ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിത്തറയുടെ മുഴുവൻ ചരിത്രം, അതായത് സംഘ എങ്ങനെ രൂപപ്പെട്ടു എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏതിലടങ്ങിയിട്ടുണ്ട്? വിനയപിത്തകയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് കൽഹാണൻ. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കാശ്മീരി ചരിത്രകാരനായിരുന്നു കൽഹാണൻ. അദ്ദേഹം പ്രസിദ്ധമായത് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതി കൊണ്ടാണ്. അതായത് രാജതരംഗിണി എന്ന് പറയുന്ന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കൃത ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കൃതി രാജതരംഗിണി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ നദി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് ബ്രാഹ്മണ കുടുംബത്തിലാണ്. അദ്ദേഹം പ്രധാനമായിട്ടും കാശ്മീരി രാജാവായ ഹർഷൻ്റെ കൊട്ടാരത്തിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത്. അദ്ദേഹം കവിയായിട്ടാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ചരിത്രകാരൻ എന്ന പുറമെ അദ്ദേഹം ഒരു കവിയും കൂടിയാണ്. കൽഹാണൻ്റെ കൃതി എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സ്, ഒരു പ്രധാന കൃതിയായി തന്നെ തുടരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും കാശ്മീരിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പൂർവ്വ മധ്യകാലഘട്ട ഇന്ത്യൻ ചരിത്രത്തെയും പിന്നെ കാശ്മീരിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും ഇത് സഹായകമായിട്ടുണ്ട്. കൽഹാണൻ്റെ രാജതരംഗിണി എന്ന ഗ്രന്ഥം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനാണ് ബാബർനാമ. ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണല്ലോ ബാബർ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബാബർനാമ എന്നാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് എഴുതിയത്? ബാബർനാമ എഴുതിയത്. ബാബറിൻ്റെ മാതൃഭാഷയായ ചഗ്തായി തുർക്കി ഭാഷയിലാണ് ഇത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മധ്യേഷ്യൻ ഭരണാധികാരിയിൽ നിന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പോരാട്ടങ്ങളും ഒടുവിൽ ഇന്ത്യ കീഴടക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ വിശദമായ ഒരു വ്യക്തിപരമായ അതായത് ഇൻഡിവിജ്വൽ വിവരണമാണെന്ത് ബാബർനാമ എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, ബാബർ ഓരോരോ അതായത് ഓരോരോ രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ടോ അവിടുത്തെ രാഷ്ട്രീയവും സാംസ്കാരികവും ഭൂപ്രകൃതിദത്തമായിട്ടുള്ള വിവരണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബർ ഇന്ത്യയിലേക്ക് വന്നതാണ്, ഇന്ത്യയെക്കുറിച്ചും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആത്മകഥ ചാഗ്തായി ഭാഷയിലാണ് എഴുതിയതെന്ന് പറയുന്നു. പിന്നീട് ഇത് പ്രധാനമായിട്ടും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, മുഗൾ ചരിത്ര പഠനത്തിന് ഒരു പ്രധാന സ്രോതസ്സായി പിന്നെയും ഇത് തുടർന്നിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാൾ. 1784 ജനുവരി 15 ഇന്ത്യയിൽ കൽക്കത്തയിൽ വെച്ച് ആരാണ് സ്ഥാപിച്ചത്? സർ വില്യം ജോൺസ് സ്ഥാപിച്ചതാണ് ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇതൊരു സംഘടനയാണ്. ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്ന സംഘടനയാണ്. ഇത് പ്രധാനമായിട്ടും ഇന്ത്യയിലെയും ഏഷ്യയിലെയും ചരിത്ര സംസ്കാര സാഹിത്യം എന്നിവയെക്കുറിച്ച് ഇത് പഠനം നടത്തിയിട്ടുണ്ട്.
അതിൻ്റെ ജേണലാണ് ഏഷ്യാനെറ്റിക് റിസർച്ച് എന്ന് പറയപ്പെടുന്നത്. ഇത് ഭാഷാശാസ്ത്രം, നരവംശശാസ്ത്രം, ചരിത്രം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ കാര്യമായ ഗവേഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ജേണൽ എന്ന് പറയുന്നത് ജേണലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജേണൽ എന്തിൽ ഉൾപ്പെട്ടതാണ്? ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാളിൽ ഉൾപ്പെട്ടതാണ്. ഈ ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകനായ വില്യം ജോൺസ് സംസ്കൃത, പേർഷ്യൻ ഭാഷകൾ അമിതമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാൾ നിരവധി പേർഷ്യൻ സംസ്കൃത കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ സംഘടന ഏഷ്യാനെറ്റ് സൊസൈറ്റി ഓഫ് ബംഗാൾ നിരവധി പേർഷ്യൻ സംസ്കൃത കൃതികൾ എന്തിലേക്ക് വിവർത്തനം ചെയ്തു എന്നാണ്? ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതൊരു കൃതിയല്ല, ഇതൊരു സംഘടനയാണെന്ന് ഓർക്കണം. പിന്നെ ആറാമത്തതാണ് ഗ്രേറ്റ് മെൻ തിയറി. മഹാപുരുഷന്മാരുടെ സ്വാധീനത്തിൻ്റെ ഫലമായി ചരിത്രരചനയിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതായത് നവീകരണം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവ ആരോപിക്കപ്പെടുന്ന അതായത് എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എന്താണെന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു ആശയമാണ് ഗ്രേറ്റ് മെൻ തിയറി എന്ന് പറയപ്പെടുന്നത്. അതായത് ഇവർ പ്രധാനമായിട്ടും കരിഷ്മ, ബുദ്ധി, ജ്ഞാനം അല്ലെങ്കിൽ രാഷ്ട്രീയ വൈദഗ്ധ്യം തുടങ്ങിയ വ്യക്തിപരമായ ഗുണങ്ങൾ കാരണമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ഗതിയെ നിർണായകമായി സ്വാധീനം ചെലുത്തിയ വ്യക്തികളായതുകൊണ്ടാണ് ഇവരെ ഗ്രേറ്റ് മെൻ, അതായത് മഹത്തായ പുരുഷന്മാർ എന്നറിയപ്പെടുന്നത്. ഈ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ നേതാക്കന്മാർ, അതായത് ഗ്രേറ്റ് മെന്മാരുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും മറ്റ് ഏത് ഘടകത്തിനും മറ്റുള്ളവരെക്കാൾ മികച്ചതായി ചരിത്രം രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന് അതായത് ഈ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ വിമർശകർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വീക്ഷണം ചരിത്ര സംഭവങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ശക്തികളെ, മറ്റുള്ള വ്യക്തികളെ ഇത് കൂടുതൽ എന്താക്കി മാറ്റുമെന്ന് വെച്ചാൽ, മറ്റുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ശക്തികൾ എന്താണെന്ന് വെച്ചാൽ അവഗണിക്കുമെന്നാണ് ഇതിൻ്റെ വിമർശകർ കൃത്യമായിട്ട് പറയുന്നത്. ഈ ഗ്രേറ്റ് മെൻ തിയറി എന്നാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് വിൻസെൻ്റ് എസ് സ്മിത്ത്, ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്. 19-ാം നൂറ്റാണ്ടിൽ ഒരു പ്രധാന കൊളോണിയൽ ചരിത്രകാരനാണ് വിൻസെൻ്റ് സ്മിത്ത്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫർ അല്ല, കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫറാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറാണ്. അതിനുപരി അദ്ദേഹം ഇന്ത്യൻ ചരിത്രം എഴുതാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത് പുരാവസ്തുശാസ്ത്രം, നാണയശാസ്ത്രം, എപ്പിഗ്രഫി തുടങ്ങിയ നിരവധി സ്രോതസ്സുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിലൊക്കെ പാണ്ഡിത്യം ഉണ്ടായിരുന്നെന്ന് അർത്ഥം. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 പ്രധാന കൃതികളാണ് 1904 ഇന്ത്യയുടെ ആദ്യകാല ചരിത്രവും, 1904 പ്രസിദ്ധീകരിച്ച ഇന്ത്യയുടെ ആദ്യകാല ചരിത്രവും, പിന്നെ 1919 പ്രസിദ്ധീകരിച്ച ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഭരണത്തെ വിശേഷിപ്പിച്ചതെന്ന് പറയുന്നത് ഓറിയൻ്റൽ സ്വേച്ഛാധിപത്യം അഥവാ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്നാണ്. അദ്ദേഹം പറയുന്നതെന്നാണ്, ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ്, അതായത് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ് ഇന്ത്യ നന്നായത്, അതായത് ഇന്ത്യ പുരോഗമിച്ചത്, പ്രോഗ്രസ്ഡ് ആയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഐക്യം ഉണ്ടായിരുന്നില്ല, യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ രാഷ്ട്രീയപരമായി ഒന്നിച്ചത് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതെന്താണ്, ദേശീയത ഊന്നി പറഞ്ഞിട്ടുള്ള ചരിത്രകാരന്മാരാണെന്ന് മനസ്സിലാക്കാം. അതായത് ദേശീയവാദ വീക്ഷണകോണിൽ നിന്നും ഇന്ത്യൻ ചരിത്രമാണ് മെച്ചം, അതായത് ഇന്ത്യൻ ചരിത്രമാണ് ഏറ്റവും, മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല ഇന്ത്യൻ ചരിത്രം ഏറ്റവും മികച്ചതാണെന്ന് കാണിച്ച ചരിത്രകാരന്മാരാണ് ആരെന്ന് പറയുന്നത്, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫർ അഥവാ ദേശീയവാദ ചരിത്രകാരന്മാർ എന്ന് പറയുന്നത്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫർമാരുടെ നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫർമാരുടെ ഈ സമീപനത്തിന് പ്രധാന ഘടകങ്ങളായിരുന്നു അവ 3 അവ പ്രധാനമായി ഇതായിരുന്നു. ഒന്നാമത്തേതെന്ന് പറയുന്നത് ദേശീയ ആത്മാഭിമാനം, അതായത് പ്രൗഡ്, ദേശീയപരമായിട്ടുള്ള നാഷണൽ പ്രൗഡ് വീണ്ടെടുക്കാനുള്ള ശ്രമമായിരുന്നു അത്. പിന്നെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂതകാലം, ഇന്ത്യയുടെ പാസ്റ്റ്, അതിനെ പ്രശംസിച്ചു കൊണ്ടുള്ള ചരിത്രരചനയാണ് നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സിൻ്റെ. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെയും സാമ്പത്തിക ദേശീയതയുടെയും ചിത്രീകരണമായിരുന്നു അത്.
ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി രൂപപ്പെടാനുള്ള കാരണം പ്രധാനമായിട്ടും കൊളോണിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫർ തന്നെയാണ്. കാരണം അതിനുള്ള പ്രതികരണമായിട്ടാണ് എന്ത് ഉത്ഭവപ്പെട്ടത്? നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി ഉത്ഭവപ്പെട്ടത്. ഈ നാഷണൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചെന്ന് പറയുന്നത് R.C. മജൂംദാറാണ്. ഇന്ത്യൻ ദേശീയ ചരിത്രകാരൻ തന്നെയാണ്. അദ്ദേഹം ആദ്യമായാണ് ഈ പദം ഉപയോഗിച്ചത്, R.C. മജൂംദാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഓറിയന്റലിസം എന്ന് പറയുന്നത്. ഈ ഓറിയന്റലിസത്തിൻ്റെ മലയാളമാണ് പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്നത്. ഇത് രൂപപ്പെട്ടതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ ഓറിയന്റലിസം എന്ന ആശയം രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണാധികാരികളും പിന്നെ ജ്ഞാനികളും അഥവാ ബുദ്ധിജീവികളും പ്രധാനമായിട്ടും പിന്നെ ചരിത്രകാരന്മാരും പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യ നൂറ്റാണ്ടുകളായി ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലാണ്. അതായത് ഇന്ത്യ നൂറ്റാണ്ടുകളായി ഒരു ഓറിയൻ്റൽ ഭരണത്തിന് കീഴിലാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ബുദ്ധിജീവികളും ചരിത്രകാരന്മാരും പിന്നെ ജ്ഞാനികളും എല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യ നൂറ്റാണ്ടുകളായി ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലാണെന്ന് എല്ലാവരും വിശ്വസിപ്പിച്ചു. ഓറിയൻ്റൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യൂറോപ്യൻ ആശയമാണ്. ഇത് പ്രധാനമായിട്ടും കിഴക്കൻ ജനതയും അവരുടെ സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നതാണ് ഓറിയൻ്റൽ എന്ന് പറയുന്നത്. ഈ ഓറിയൻ്റൽ സ്വേച്ഛാധിപത്യത്തിൽ യൂറോപ്യന്മാർ പ്രധാനമായിട്ട് പറയുന്നത് ഭരണാധികാരികളുടെ കൽപ്പനകൾ ഒഴികെ ഭരണാധികാരികളുടെ ഉത്തരവുകൾ ഒഴികെ യാതൊരു രാജ്യത്തിനുള്ള യാതൊരു നിയമവും അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതായത് സ്വേച്ഛാധിപത്യ ഭരണാധികാരികളുടെ അവർ നടപ്പാക്കുന്ന നിയമങ്ങളല്ലാതെ വേറൊരു നിയമങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഭരണത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല, അവർക്ക് ശബ്ദമുയർത്താനൊന്നും സാധിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനാധിപത്യമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓറിയൻ്റൽ സ്വേച്ഛാധിപത്യം അഥവാ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന ആശയം ജർമ്മൻ ചരിത്രകാരനായ കാൾ വിറ്റ്ഫോഗലാണ് 1957 പ്രസിദ്ധീകരിച്ച ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന തൻ്റെ പുസ്തകത്തിൽ ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് ആരാണ്? കാൾ വിറ്റ്ഫോഗലാണ് 1957. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. 1850 തുടക്കത്തിൽ കാൾ മാർക്സ് ആണ് ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്ന ആശയം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത്, അതായത് കൊണ്ടുവന്നത്. ഇത് പ്രധാനമായിട്ട് ഓറിയൻ്റലിസത്തിൻ്റെ ഒരു ഏകദേശം രൂപമാണ്. ഇതിൽ പ്രധാനമായിട്ട് കാൾ മാർക്സ് പറയുന്നത് കൊളോണിയലിസത്തിന് മുമ്പുള്ള കാലഘട്ടം പ്രധാനമായും ഏഷ്യാനെറ്റിക് സമൂഹങ്ങൾ, അതായത് ഏഷ്യൻ വൻകരകൾ, പ്രധാനമായിട്ടും ഇന്ത്യൻ സമൂഹം സ്വേച്ഛാധിപതികളുടെ കീഴിലാണ് ഭരിക്കപ്പെടുന്നത്. അതായത് ജനങ്ങൾക്ക് യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ല, സ്വേച്ഛാധിപതികളാണ് ഭരിക്കപ്പെടുന്നതെന്ന് കാൾ മാർക്സ് പറയുന്നു. അതിനാണ് ഏഷ്യാനിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ ഗ്രാമസമൂഹങ്ങളിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുത്തിരുന്നു എന്നതും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത് അടിമ ഉൽപാദന രീതി, സേവ് പ്രൊഡക്ഷൻ, പിന്നെ ഫൂഡൽ ഉൽപാദന രീതി, മുതലാളിത്ത ഉൽപാദന രീതി എന്നിവയിൽ നിന്നും തികച്ചും അതായത് മറ്റു ഉൽപാദന രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഏഷ്യാനെറ്റിക് ഉൽപാദന രീതി, അതായത് ഏഷ്യാനെറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നത്. മാർക്സ് ഇത് പ്രധാനമായിട്ടും അവതരിപ്പിച്ചത് ന്യൂയോർക്കിലെ ഡെയിലി ട്രിബ്യൂണിൽ പ്രസിദ്ധീകരിച്ച തൻ്റെ ലേഖനത്തിലാണ് ഇന്ത്യയിൽ നിലനിന്ന ഏഷ്യാനെറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ആശയം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇതാണ് ഏഷ്യാനെറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനാണ് ആര്യൻ റൈസ് സുപ്രീമസി തിയറി. ഇത് ആര്യന്മാരെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തമാണ്. പുരാതന ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചിരുന്നവരാണെന്ന് പ്രധാനമായിട്ടും കണക്കാക്കപ്പെടുന്നവരാണ് ആര്യന്മാരെന്ന് പറയുന്നത്. ഇവർ ഇറാനിലും ഉത്തരേന്ത്യൻ ഉപഭൂഖണ്ഡയിലും കുറേ കാലങ്ങളായി സ്ഥിരതാമസമാക്കിയെന്ന് കരുതപ്പെടുന്നു. അതും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് ഇന്തോ യൂറോപ്യൻ പൈതൃകത്തിലുള്ള ഒരു പ്രത്യേക വംശീയ വിഭാഗമായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ മധ്യത്തിൽ ആര്യവംശം എന്ന സങ്കല്പനം ഉയർന്നു വന്നിട്ടുള്ളത്. 19ാം നൂറ്റാണ്ടിലാണ് ആര്യവംശം എന്ന സങ്കല്പനം ഉയർന്നു വന്നിട്ടുള്ളത്. 20ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇത് പ്രചാരത്തിലുണ്ടായിരുന്നു. 20ാം നൂറ്റാണ്ട് വരെ പകുതി വരെ ഇത് പ്രചാരത്തിലുണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. 19ാം നൂറ്റാണ്ടാണെങ്കിൽ 20ാം നൂറ്റാണ്ട് പകുതി വരെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഈ ആര്യന്മാരെന്ന് പറയുന്നത് പുരാതന ഇന്ത്യയെ
അതായത് ഏൻഷ്യൻ്റ് ഇന്ത്യയെ വടക്കു നിന്നും ആക്രമിച്ച് കീഴടക്കിയ ഒരു വിഭാഗമാണ്, ഒരു വംശമാണ് ആര്യന്മാരെന്നറിയപ്പെടുന്നത്. ഈ ആര്യന്മാരെന്ന് പറയപ്പെടുന്നത് പിന്നെ അവസാനത്തോടെത്തിയപ്പം നാസികൾ കീഴടക്കി ആര്യന്മാരെ. അതായത് അഡോൾഫ് ഹിറ്റ്ലർ പോലെയുള്ള നാസിമാർ, ആര്യൻ വംശജരാണ് അഡോൾഫ് ഹിറ്റ്ലർ. ആ വിഭാഗത്തിലുള്ള നാസിമാർ പറയുന്നത് ആര്യന്മാരെന്ന് പറയുന്നത് ശ്രേഷ്ഠന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. ആര് പറഞ്ഞു? നാസികൾ പറഞ്ഞു. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യനാണ് ഹൈഡ്രോളിക് സൊസൈറ്റി. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ ജലവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന് നിർവചിക്കുന്നതെന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട്, അതായത് ജലത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട അധികാരവും നിയന്ത്രണവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക ഘടനയാണ് ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അധികാരവും നിയന്ത്രണവും, ജലവുമായി ബന്ധപ്പെട്ടുള്ള അധികാരവും നിയന്ത്രണവും ബന്ധപ്പെട്ടുള്ള സാമൂഹിക ഘടനയാണ് ഹൈഡ്രോളിക് സൊസൈറ്റി. ഇത് രൂപം കൊണ്ടെന്ന് പറയുന്നത് കേന്ദ്ര ഏകോപനവും പ്രത്യേക ബ്യൂറോക്രസിയും ആവശ്യമായ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിലൂടെയും ജലസേചനത്തിലൂടെയാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന പദം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തന്നെയാണ്. വ്യക്തി തന്നെയാണ് ജർമ്മൻ അമേരിക്കൻ ചരിത്രകാരനായ കാൾ വിൽഫോഗൽ. ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന പദം കൊണ്ടുവന്ന ആൾ തന്നെയാണ് കാൾ വിൽഫോഗൽ. 1957 തൻ്റെ പുസ്തകമായ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ഒരു താരതമ്യ പഠനം എന്ന തൻ്റെ പുസ്തകത്തിലാണ് ഈ ഹൈഡ്രോളിക് സൊസൈറ്റി എന്ന ഒരു സാമൂഹിക ഘടനയെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഏഷ്യയിലെ പല സമൂഹങ്ങളും വലിയ തോതിൽ ജലസേചന പ്രവർത്തനങ്ങളെ ആശ്രയിക്കുന്നു, അതായത് ജലസേചന പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തെ ആശ്രയിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ജലത്തെ ആശ്രയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിലുപരി ഈ ജലസേചന പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളും, അതായത് ഡാം അങ്ങനെ പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ധാരാളം ജനങ്ങളെ നിർബന്ധിതമായിട്ട് തൊഴിലിന് നിർബന്ധിപ്പിച്ചിരുന്നു. ഇങ്ങനെ ജനങ്ങളെ നിർബന്ധിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ശക്തമായ ഒരു ബ്യൂറോക്രസിയും സ്വേച്ഛാധിപത്യങ്ങളായ ഭരണാധികാരിയുമാണ് ഇങ്ങനെ ജനങ്ങളെ കാര്യമായിട്ട് നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. എന്തിനു വേണ്ടി? അതായത് ജലസേചന പദ്ധതികൾക്ക് വേണ്ടി, ജലസേചന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനാണ് ഡി കൊസാംബി. ഡി കൊസാംബി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ചരിത്രകാരനാണ്. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർക്സിസ്റ്റ് ചരിത്രരചന ആരംഭിച്ച ആദ്യത്തെ വ്യക്തിയും കൂടിയാണ് ഡി കൊസാംബി. അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നിന്നും എക്കണോമിക് ഹിസ്റ്ററിയിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആദ്യത്തെ ചരിത്രകാരനാണ് ആദ്യം ഡി കൊസാംബി എന്ന് പറയും. അദ്ദേഹം പ്രധാനമായിട്ട് പഠിച്ചത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹം ഗണിത വിദ്യാർത്ഥിനിയായിട്ട്, അതായത് ഗണിത ശാസ്ത്രജ്ഞനായിട്ടാണ് ആദ്യം അക്കാദമിക് കരിയർ ആരംഭിച്ചതെങ്കിലും ചരിത്രം അദ്ദേഹത്തെ കൂടുതലായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ചരിത്രത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു വിഷയമാണെന്ന് പറയുന്നത് നാണയശാസ്ത്രമാണ്. അതായത് എപ്പിഗ്രഫി അല്ല, ന്യൂമിസ്റ്റിമാറ്റിക്സ് ആണ് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്റ്റിമാറ്റിക്സ്. പിന്നെ അദ്ദേഹം ചരിത്ര രചനയ്ക്ക് കൊസാംബി വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടവയാണ് എപ്പിഗ്രഫി, അതായത് പുരാവസ്തുശാസ്ത്രം, നാണയശാസ്ത്രം എന്നിവയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആണ് പറയുന്നത് ഇന്ത്യൻ ചരിത്ര പഠനത്തിലേക്കുള്ള ഒരു അഭിമുഖം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി എന്ന് പറയപ്പെടുന്നത്. പിന്നെ 2ാമത്തെ കൃതി എന്ന് പറയുന്നത് ചരിത്രപരമായ രൂപരേഖയിൽ പുരാതന ഇന്ത്യയുടെ സംസ്കാരവും നാഗരികതയും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യനാണ് രഞ്ജിത്ത് ഗുഹ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. രഞ്ജിത്ത് ഗുഹ എന്ന് പറയുന്നത് സബാൾട്ടൻ 2 ഗുഹമാരാണ് പ്രധാനമായിട്ടുള്ളത്, രാമചന്ദ്ര ഗുഹ, രഞ്ജിത്ത് ഗുഹ. രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ രഞ്ജിത്ത് ഗുഹ എന്ന് പറയുന്നത് സബാൾട്ടൻ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ആളാണ്. രഞ്ജിത്ത് ഗുഹ പ്രധാനമായിട്ടും പഠനം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ചരിത്രത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് പ്രത്യേകമായിട്ട് ചരിത്രം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറയുന്നു. അദ്ദേഹം ആ മാറ്റി നിർത്തപ്പെട്ടവരുടെ ചരിത്രം പുനർനിർമ്മിക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഈ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടമാണ് ഈ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം. അതിലൊരു വ്യക്തിയായിരുന്നു ആര് രഞ്ജിത്ത് ഗുഹ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി,
പ്രധാനമായിട്ടും ചരിത്രം എഴുതേണ്ടത് ഉയർന്ന വിഭാഗങ്ങളുടെ വീക്ഷണകോണിൽ നിന്നും മാത്രമല്ല, സാധാരണക്കാരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടിൽ നിന്നും ചരിത്രം എഴുതണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രം, അതായത് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫർമാരുടെ ചരിത്രം പോലും എന്തിൻ്റെയാണ്? ഉയർന്ന വിഭാഗത്തിൻ്റെ ഒരു ആധിപത്യമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ അദ്ദേഹം കൊളോണിയൽ എലൈറ്റിസം അഥവാ ബൂർഷ എലൈറ്റിസം എന്ന് വിളിക്കുന്നു. അതായത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഉയർന്നവർക്കാണ് എന്നതിനെ അർത്ഥമാക്കുന്നു. ഇത് അദ്ദേഹം പറയുന്നുണ്ട്, സബാൾട്ടൻ ചരിത്രകാരന്മാർക്ക് ഈ സംഘടനയിലുള്ള സബാൾട്ടൻ സ്റ്റഡീസ് എന്ന കളക്റ്റീവ് സ്ഥാപനത്തിലുള്ള ഇവർക്കിടയിൽ 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ. ഒന്ന് എലൈറ്റുകളും പിന്നെ ഒന്ന് സബാൾട്ടനും. എലൈറ്റുകൾ എന്നാണ് ഉയർന്ന വിഭാഗവും, സബാൾട്ടനുകൾ എന്നാണ് താഴ്ന്ന വിഭാഗവും എന്നാണ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ, C.A. ബെയിൽ. ക്രിസ്റ്റഫർ അലൻ ബെയിൽ ഒരു പ്രമുഖ ബ്രിട്ടീഷ് ചരിത്രകാരനാണ്, അതായത് കൊളോണിയൽ ചരിത്രകാരനാണ്. അദ്ദേഹം പ്രധാനമായിട്ടും ഇന്ത്യൻ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് എഴുതുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ദ ന്യൂ കാംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ സഹ എഡിറ്ററാണ്. ആര്? C.A. ബെയിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രാദേശിക വേരുകൾ, ടൗൺമാൻ ബസാറുകളും ഇന്ത്യൻ സമൂഹവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കൃതികൾ. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് വിശാലമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതായത് രാഷ്ട്രീയത്തിന് മാത്രം, അതായത് പൊളിറ്റിക്കൽ മാത്രമല്ല അദ്ദേഹം കോൺസ്പെക്റ്റ് ചെയ്യുന്നത്, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും ബൗദ്ധിക ചരിത്രവും എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രാദേശിക വേരുകൾ എന്ന കൃതിയിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യൻ പ്രാദേശിക നേതാക്കന്മാർ സർക്കാർ സ്ഥാപനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് പ്രാദേശിക ജനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രാദേശിക വേരുകൾ എന്ന കൃതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ജാതക സ്റ്റോറീസ്. ഇതെന്ന് പറയുന്നത് ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് ബുദ്ധമത സാഹിത്യങ്ങളിൽ കാണപ്പെടുന്ന ബുദ്ധൻ്റെ മുൻകാല ജീവിതങ്ങളും കഥകളുടെയും ഒരു കൂട്ടം പകർപ്പാണ്, അതായത് ഒരു കൂട്ടം സമാഹരണമാണ് ജാതക കഥകൾ എന്ന് പറയുന്നത്. ഈ കഥകൾ എന്ന് പറയുന്നത് ബുദ്ധനെ മൃഗങ്ങൾ, മനുഷ്യൻ തുടങ്ങിയ വിവിധ രൂപങ്ങളിൽ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഈ കഥകളിൽ, ജാതക കഥകളിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഈ ജാതക സ്റ്റോറിയിൽ അനുകമ്പ, ജ്ഞാനം, ആത്മത്യാഗം തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ പ്രകടമാകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇവ ധാർമ്മിക പാഠങ്ങളെ അഥവാ മോറൽ സ്റ്റഡീസിനെ കാണിക്കുകയും മോറൽ സ്റ്റഡീസിന് പ്രാധാന്യം കൊടുക്കുകയും പിന്നെ ബുദ്ധൻ്റെ ടീച്ചിങ്സിനും ഇതിൽ പ്രധാന ഭാഗവുമാണ്. അതായത് ഈ ജാതക കഥകൾ എന്ന് പറയുന്നത് മോറൽ സ്റ്റഡീസായി, ധാർമ്മിക പാഠങ്ങളായി വർത്തിക്കുകയും അതിനു പുറമെ ബുദ്ധൻ്റെ ടീച്ചിങ്സുകളും ഉൾപ്പെടുന്ന ഒരു പ്രധാന ഭാഗമാണെന്ന് പറയുന്നത് ജാതക കഥകൾ. ഇതിൽ ബുദ്ധൻ്റെ രാജ്യങ്ങളിലെ ബുദ്ധന് ജീവിച്ചിരുന്ന ആ പ്രദേശത്തിലെ കല, സാഹിത്യം, സംസ്കാരം എന്നിവ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്, ജാതക കഥകളിൽ പറയുന്നുണ്ട്. ഈ ജാതക കഥകൾ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഷേപ്പ് മോഡലുള്ള കാലത്ത്, അതായത് പുരാതന കാലഘട്ടത്തിലെ ഒരു കാർട്ടൂൺ ഷേപ്പ് മോഡലുള്ള ഒരു കഥയാണിത്, ജാതക കഥകൾ എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചരിതാസ്. സംസ്കൃതത്തിലോ പ്രാകൃതത്തിലോ എഴുതപ്പെട്ട പുരാതന ഇന്ത്യയിലെ ഹാഗിയോഗ്രഫി, അതായത് ഹാഗിയോഗ്രഫി എന്ന് പറയുന്നത് പ്രശംസിച്ചു കൊണ്ടുള്ള സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ് ചരിതാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചരിതാസ് എന്നത് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് വിശുദ്ധന്മാരുടെയും നല്ലവരായ ആളുകളുടെയും പിന്നെ മതനേതാക്കന്മാരുടെയും രാജകീയ രക്ഷാധികാരികളുടെയും ജീവിതത്തിൻ്റെ നേട്ടങ്ങളും അവരുടെ അനുഭവങ്ങളും പരാമർശിച്ച് കാണിക്കുന്നുണ്ട്. പരാമർശിക്കുക മാത്രമല്ല, അവരെ പ്രശംസിച്ചു കൊണ്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രധാന ഉദാഹരണമാണ് ഹർഷചരിത എന്ന് പറയുന്നത്. അതായത് ഹർഷചരിത എന്ന് പറയുന്നത് ഹർഷ രാജാവിൻ്റെ ജീവിതത്തെ വിവരിക്കുന്നതാണ്. ആരെഴുതിയത്? ബാണഭട്ടയാണ് എഴുതിയത്. അതിൽ ഹർഷൻ്റെ കാലഘട്ടത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ
ചരിത്രം മനസ്സിലാക്കുന്നതിന്, അതായത് സാമൂഹികവും സാംസ്കാരികവും മതപരമായിട്ടുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു പ്രധാന സ്രോതസ് കൂടിയായിരുന്നു ഈ ചരിത എന്ന ആഗിയോഗ്രഫി. 18ാമത്തെ ക്വസ്റ്റ്യനാണ് മൂഷക വംശം. 18ാം നൂറ്റാണ്ടിൽ അതുല എഴുതിയതാണ് മൂഷക കാവ്യം. ഇതിൽ പ്രധാനമായിട്ട് പറയാം, ഇന്ത്യയുടെ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്ത് ഭരിച്ചിരുന്ന കോലോട്ട് നാട്ടിലെ ഭരണാധികാരികളുടെ ചരിത്രവും ഐതിഹ്യങ്ങളും വിവരിക്കുന്ന ഒരു പുരാതന സംസ്കൃത ഗ്രന്ഥമാണ് മൂഷക വംശം എന്നറിയുന്നത്. ഈ കൃതിയിൽ പ്രധാനമായിട്ടും ആ പ്രദേശത്തിൻ്റെ, അതായത് കോലോത്ത് നാടിൻ്റെ ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ കൃതിയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇത് പ്രധാനമായിട്ടും കേരളത്തിൻ്റെ ആദ്യകാല ചരിത്രം മനസ്സിലാക്കുന്നതിനും പിന്നെ ദക്ഷിണേന്ത്യൻ മറ്റു പ്രദേശങ്ങളിലെ മറ്റു രാജ്യങ്ങളിലെ മറ്റു പ്രദേശങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ മനസ്സിലാക്കുന്നതിനും പ്രധാന സ്രോതസ്സാണ് മൂഷക വംശകാവ്യം. ഈ കൃതിയിൽ അതുല്ല പ്രധാനമായിട്ടും ചരിത്രപരമായ വസ്തുതകളും ഐതിഹ്യങ്ങളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനാണ് സിയാവുദ്ദീൻ ബറാനി. സുൽത്താനത്ത് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരനായിരുന്നു സിയാവുദ്ദീൻ ബറാനി. AD 1286 കൈതലിലെ ഒരു സയ്യിദ് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സയ്യിദാണ്, തങ്ങളാണെന്നർത്ഥം. ഡൽഹിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജി, ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നിവരുടെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ 73ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. ബറാനി 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവയിൽ ചിലതും കണ്ടെത്താനായിട്ടില്ല. 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ ചിലത് കണ്ടെത്താനായിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് താരീഖു ഇ ഫിറോഷ ഷാഹി, ഫതഹ് ജാന്തിരി എന്നിവയാണ് ബറാനിയുടെ പ്രശസ്തമായ കൃതികൾ. ഈ കൃതികൾക്കായി അദ്ദേഹം പ്രധാനമായിട്ടും അമീർ ഖുസ്രു തുടങ്ങിയ സഹപ്രവർത്തകരിൽ നിന്നും വിവരണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അമീർ ഖുസ്രുവിൽ നിന്നും സഹായം തേടിയിട്ടുണ്ടെന്നർത്ഥം. ഫിറോഷ തുഗ്ലക്കിനെ ഒരു ഉത്തമ രാജാവായി, ഒരു നല്ല ഭരണാധികാരി എന്നതായി അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. ഫിറോഷ തുഗ്ലക്ക് ഒരു നല്ല ഭരണാധികാരി എന്ന് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ അക്ബർനാമ. അക്ബർനാമ പോലെ തന്നെയാണ് ബാബർനാമ എന്നത്, പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതൊരു ആത്മകഥയായിട്ടൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഇത് മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിലെ ചരിത്രപരമായ സ്രോതസ്സാണ്. ഇത് പ്രധാനമായിട്ടും എഴുതിയിരുന്ന കൊട്ടാര കവിയായിരുന്ന അബുൽ ഫസലാണ് എഴുതിയിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും 3 വാല്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇത് അക്ബറിൻ്റെ വംശപരമ്പര, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങിയവയെക്കുറിച്ച് വിശദമായ വിവരണങ്ങൾ നൽകുന്നുണ്ട്. ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ചരിത്ര സ്രോതസ് മാത്രമല്ല, അക്ബറിൻ്റെ മതസഹിഷ്ണുത, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാര നയങ്ങൾ എന്നിവയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അക്ബറിൻ്റെ ഭരണത്തെക്കുറിച്ച് വിശദമായ വിവരം ലഭിക്കുന്നതാണ് അക്ബർ നാമയിലെ 3ാമത്തെ വാല്യമായ ഐനി അക്ബരി എന്നത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യനാണ് ഫെരിഷ്ട. താരീഖു ഇ ഫെരിഷ്ടയുടെ രചയിതാവ് മുഹമ്മദ് ഖാസിം ഫെരിഷ്ടയാണ്. അദ്ദേഹമാണ് ഫെരിഷ്ട എന്നറിയപ്പെടുന്നത്. ഡെക്കാൻ മേഖലയിലെ അഷ്ടാബാദ് സ്വദേശിയായിരുന്നു ഇയാൾ പിതാവിനൊപ്പമാണ് ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. ഡെക്കാൻ അഹമ്മദ് നഗറിൽ അദ്ദേഹം പേർഷ്യൻ അധ്യാപകനുമായും പിന്നെ അദ്ദേഹം ജീവിച്ചത് പ്രധാനമായും അഹമ്മദ് നഗറിലെ രാജകീയപരമായ കോടതിയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചിട്ടുള്ളത്. ആദ്യം അദ്ദേഹം അധ്യാപകനാവും, പേർഷ്യ അധ്യാപകനാവും, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം കോടതിയിൽ ചിലവഴിച്ചു, രാജകീയമായ കോടതി. പിന്നീട് അദ്ദേഹം ബീജാപൂരിൽ പോവുകയും പിന്നെ അന്നത്തെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ഷാ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജോലി നേടുകയും ചെയ്തു. 1593 സുൽത്താൻ, അതായത് ഇബ്രാഹിം ഷാ രണ്ടാമൻ ഡെക്കാൻ ചരിത്രത്തിൽ ഊന്നൽ നൽകി ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ ഫെരിഷ്ടയെ ചുമതലപ്പെടുത്തി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ താരീഖ് ഇ ഫെരിഷ്ട തയ്യാറാക്കപ്പെട്ടത്. ഫെരിഷ്ട. 22ാമത്തെ ക്വസ്റ്റ്യനാണ് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. 1817 പ്രസിദ്ധീകരിച്ചു ജെയിംസ് മിൽ എഴുതിയ ഒരു പ്രധാന കൃതിയാണ് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇത് ഇന്ത്യയെ ബ്രിട്ടീഷ് കോളനിക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവരുടെ തത്വചിന്തയുടെ വീക്ഷണകോണിൽ നിന്നും ഇന്ത്യയെ വിമർശിക്കുന്ന
അതായത് വിമർശനാത്മകമായി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പരിശോധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ടതും യൂറോ കേന്ദ്രീകൃതമാണ്, അതായത് യൂറോപ്പിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളതാണ് ഈ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സംസ്കാരത്തെയും സമൂഹത്തെയും നിഷേധാത്മകമായി, അതായത് പരിഗണിക്കാതെ ചിത്രീകരിക്കുന്നതായിരുന്നു. ഏറ്റവും കൂടുതൽ വിവാദപരമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ബ്രിട്ടീഷുകാരുടെ മനോഭാവം, അതായത് ബ്രിട്ടീഷുകാരുടെ നയം ഇന്ത്യയോടുള്ള മനോഭാവത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയെക്കുറിച്ച് 19-ാം നൂറ്റാണ്ടിൽ ആദ്യകാല, അതായത് പൂർവ്വ ബ്രിട്ടീഷ് വീക്ഷണങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സുപ്രധാന ഗ്രന്ഥമായി ജെയിംസ് മില്ലിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ നമുക്ക് കാണാൻ കഴിയും. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യനാണ് ആർ സി ദത്ത് എന്ന് പറയുന്നത്, അദ്ദേഹം എന്ന് പറയുന്നത് രമേശ് ചന്ദ്ര ദത്ത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുപരി അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ആദ്യകാല ഇന്ത്യൻ അതായത് ചരിത്ര ഗ്രന്ഥങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ, അദ്ദേഹത്തിന് റെഫറൻസായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം സാഹിത്യകൃതികളെയും മതപരമായ കൃതികളെയും ചരിത്ര പുനർനിർമ്മാണത്തിന് ചരിത്രം നിർമ്മിക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സാഹിത്യകൃതികളും മതപരമായ ഗ്രന്ഥങ്ങളും ചരിത്ര നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ദി എക്കണോമിക് ഹിസ്റ്ററി അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ, ദി എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൻ്റെ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചരിത്ര കൃതികളാണ് അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയപ്പെടാനുള്ള കാരണം. പിന്നെ അദ്ദേഹം ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങൾ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCയുടെ ഒരു പ്രമുഖ അംഗം കൂടിയായിരുന്നു അദ്ദേഹം. ആർ സി ദത്ത് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും സ്വയംഭരണത്തിനും വേണ്ടി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. പിന്നെ 24-ാമത്തെ ക്വസ്റ്റ്യനാണ് ഉമാ ചക്രവർത്തി. പ്രശസ്ത ഇന്ത്യൻ ഫെമിനിസ്റ്റ് ചരിത്രകാരിയും ആക്ടിവിസ്റ്റുമാണ് ഉമാ ചക്രവർത്തി. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ അവർ പിന്നീട് ഡൽഹി മിരാണ്ട ഹൗസ് കോളേജിലും ഡൽഹി സർവകലാശാലയിലും അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പ്രധാനമായിട്ടും ലിംഗഭേദം, ജാതി, ചരിത്രം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് റീ റൈറ്റിംഗ് ഹിസ്റ്ററി, ദി ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് പണ്ഡിത രമാബായ്, ജെൻഡറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് എന്നിവയാണ് ശ്രദ്ധേയമായ പുസ്തകങ്ങൾ. പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ അവരുടെ ശബ്ദങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീകൾ, താഴ്ന്ന ജാതിക്കാർ തുടങ്ങിയവ മുഖ്യധാര സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഉമാ ചക്രവർത്തി എന്ന് പറയുന്നത്. 25-ാമത്തെ ക്വസ്റ്റ്യൻ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്നത് ഒരു പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരനും അക്കാദമിഷ്യനുമാണ്. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ചരിത്രകാരനും കൂടിയാണ്. പിന്നെ അദ്ദേഹം സാമ്പത്തിക രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹം അമേരിക്കൻ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അദ്ദേഹം PhD നേടിയത് ഡൽഹി സർവകലാശാലയിൽ നിന്നും ആയിരുന്നു. പ്രധാനമായും PhD നേടിയ സാമ്പത്തിക ശാസ്ത്രത്തിനായിരുന്നു, എക്കണോമിക്സിനായിരുന്നു. അദ്ദേഹം ന്യൂഡൽഹിയിലും JNUവിലും മോഡേൺ ഹിസ്റ്ററിയുടെ ആധുനിക ചരിത്രത്തിൻ്റെ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ അച്ചടക്കം രൂപപ്പെടുത്തി നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമായും ശ്രദ്ധേയമായത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇനി പറയാൻ പോകുന്നത്. 1-ാമത്തെ കൃതി ഇന്ത്യയുടെ സാമ്പത്തിക ദേശീയതയുടെ ഉയർച്ചയും വളർച്ചയും, 2-ാമത്തേത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, 3-ാമത്തേത് ആധുനിക ഇന്ത്യയിലെ വർഗീയത തുടങ്ങിയവയാണ് ബിപിൻ ചന്ദ്രയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്നറിയപ്പെടുന്നത്. ഇനി 26 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത പാർട്ടിൽ ഇടാം. ഓക്കെ, താങ്ക്സ്.